മരുന്നുണ്ടാക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? മരുന്നുണ്ടാക്കിയാണ് ചികിത്സിക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് പല കടകളിലും സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന മരുന്നിന്റെ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കണ്ടോ, ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ അമ്മയുണ്ട്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഈ മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നത്. സന്തോഷേട്ടാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് കാണാം. നമുക്ക് കാണാം. ബാ ഡോക്ടർ, ഇതെന്തോ ഇപ്പൊ ചെയ്യുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ ബേബി ഓയിൽ. നമ്മുടെ ബേബി ഓയിൽ. ബേബി ഓയിൽ ഇതിപ്പോ നമ്മള് കഷായം വെച്ചിട്ട് ആ 1:4:16 റേഷ്യോ ഉണ്ട് നമുക്ക്. അതായത് പണ്ട് എങ്ങനെയാണോ നമ്മള് എണ്ണ ഉണ്ടാക്കേണ്ടത് എന്നുള്ള വിധിയാണത്. അങ്ങനെ ഒരു ഇതിലാണ് അതിലുണ്ടാക്കുന്ന. ഇപ്പൊ നമ്മൾ എണ്ണ ചേർത്തു ചേർത്തു. ഇതിലെന്താ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോ നമ്മള് വെന്ത വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുട്ടികൾക്കാകുമ്പോ നമ്മുടെ പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. അപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണ സാധാരണ രീതിയിൽ തേക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് വലിയ കാര്യമാണ്. കാരണം ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് എവിടെ തേച്ചാലും മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് കുടിക്കാൻ പറ്റുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ സാധനം എന്തുവാ? അത് കഷായമാണ്. കഷായം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെന്തുവാ? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ നാൽപ്പാമരാതി. മുമ്പേ പറഞ്ഞത് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നാൽപ്പാമരം. ശരി. ഇതിപ്പോ നമ്മൾ മരുന്ന് ഒഴിച്ചു അത് ചേർത്തിട്ട് ഇനി കഷായമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അടുത്ത കഷായം ഒഴിക്കാൻ പോകുന്നത്. ഇത് കഷായം പ്രത്യേകം ഉണ്ടാക്കിയത് വീണ്ടും ഒഴിക്കാം. ഇത് നമ്മുടെ നീലികാതി ഹെയർ റിലേറ്റഡ് ഇഷ്യൂ, ഡാൻഡ്രഫ്, ഹെയർ ഫോള്, പിന്നെ പ്രീമച്വർ ഗ്രേയിങ്, നേരത്തെ കൂട്ടി നര ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിന് ഉപയോഗിക്കാനാണ്. അടുത്തത് ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഉള്ളത് ഒരു ബേബി ഓയിൽ ആണ്. അപ്പൊ അത് ബേബി ഓയിൽ. അപ്പൊ ഇതിപ്പോഴേ ഇത് നമ്മുടെ ഈ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടിട്ട് ഇത് ആവശ്യമുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളതിനെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ട് ഞാനത് അയച്ചു കൊടുക്കുന്നു.